അടുത്തത് ഒരു ചോദ്യവും ഉത്തരവും ബാക്കി. അത് മതബോധന അധ്യാപകർക്കുള്ളതാണ്. അവരുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ദേവാലയത്തിലെ മതബോധന അധ്യാപകർ എല്ലാവരും എന്റെ കൂടെയുണ്ട്. നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ ചോദ്യം ഇതാണ്: പഴയ നിയമം ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന പുതിയ നിയമ സുവിശേഷം ആരുടേതാണ്? പഴയ നിയമം ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന പുതിയ നിയമ സുവിശേഷം ആരുടേതാണ്? മത്തായി. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ വന്ന കൂടുതൽ മത്തായിയാണ് സുവിശേഷത്തിലാണ് പറയുന്നത്. കാരണം മറയ പ്രസംഗത്തിൽ ആ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലാണെന്ന് എന്നോട് പറയുന്നത് ആരാണ്? ബിജോ. ബ്രദർ ബിജോ. ബ്രദർ ബിജോയാണ് ഈ ഉത്തരം പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് എന്നാണ് ബ്രദർ പറയുന്ന ഉത്തരം. അത് എനിക്ക് പൂർണ്ണമായും ശരിയാണെന്ന് പറയാനായിട്ടില്ല എന്ന് പറയുന്നു മറ്റ് അധ്യാപകർ. മത്തായി തന്നെയാണെന്ന് ഉറപ്പാണോ? മത്തായി. മത്തായി എന്നാണ് ബിജോ ബ്രദറും അധ്യാപകരും പറയുന്ന ഉത്തരം. ശരിയാണോ കുട്ടികളെ? ശരിയാണെങ്കിൽ പിന്നെ നോക്കിയിരിക്കണമെന്നാണ് നല്ലൊരു കയ്യടി കൊടുത്തത്. ദയാമയനായ ഡാമിയന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരിഷ്മേറ്റിന്റെ സർട്ടിഫിക്കറ്റും തിരുക്കുടുംബത്തിന്റെ മനോഹരമായ ഒരു ചിത്രവും ബ്രദർ ബിജോയ്ക്ക് സ്നേഹത്തോടെ കൈമാറുന്നു. വിശ്വാസ പരിശീലനത്തിലെ ഈ കുഞ്ഞുമക്കളെ ആത്മീയതയുടെ നല്ല വഴിയിലേക്ക് കൈപിടിച്ചു നടത്തുവാനായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമാകട്ടെ. ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും സന്യസ്ത ജീവിതത്തിലും പൌരോഹിത്യത്തിന്റെ മേഖലയിലും അന്മായ മേഖലയിലും വഴി നടത്തട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കും. കാറ്റഗിസം കുട്ടികളുടെ പരിപാടിയിൽ നിന്ന് ഞാൻ പള്ളിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോഴും നമ്മുടെ സംഘടനയുടെ കുറെ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടെയാണെന്ന് കാണുമ്പോഴേക്കും വികാരിച്ചിവിടെ ആളുകളോട് കുശലമൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിച്ചതൊക്കെ ഉണ്ട്. വികാരിച്ചത് എപ്പോഴും ഹാപ്പിയാണ്. അത് അച്ഛനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഞാൻ വന്നത് നമ്മുടെ സംഘടനയുടെ ആളുകളൊന്നും കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് സൊസൈറ്റിയുടെ അംഗങ്ങളാണ്. അപ്പോൾ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഈ തെക്കൻപറമ്പൂർ ദേവാലയത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ആരാണ് രണ്ടു വാക്ക് പറയാൻ പോകുന്നത്? നമ്മുടെ ഇടവകയുടെ ആധ്യാത്മിക ഉന്നമനമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇവിടെ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരിക, സ്വയം പര്യാപ്തതയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ആ മഹത്തായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. 8 കുടുംബങ്ങളും അതുപോലെ തന്നെ 8 വ്യക്തികളും ഞങ്ങൾക്ക് ഉണ്ട്. കൃത്യമായി അവർക്ക് ഞങ്ങൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ വിജയാശംസകൾ. എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിയിലാണല്ലോ. സുഖമാണോ? സുഖമാണ്. ഇത് ഏത് സംഘടനയാണ്? നല്ല ചിരിയാണല്ലോ. ഈ കുഞ്ഞുവാകളുടെ പേരെന്താണ്? കൃപ. എപ്പോഴും ഈ കരുണയുടെ വർഷത്തിൽ കൂടുതൽ കൃപയുണ്ടാകട്ടെ. അപ്പോ ലീജൻ ഓഫ് മേരി എന്നല്ലേ പറഞ്ഞത്? എന്താണ് ലീജൻ ഓഫ് മേരിയുടെ പ്രവർത്തനങ്ങൾ? ആരാണ് പറയുന്നത്? രണ്ടു വാക്ക്. 1973 മാതൃസംഘം എന്ന പേരിൽ ഇവിടെ ലീജിയൻ സ്ഥാപിതമായി. ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഭവന സന്ദർശനം, രോഗി സന്ദർശനം, ആശുപത്രി സന്ദർശനം എന്നിവയാണ്. ഇതിൽ 25ഓളം അംഗങ്ങൾ ഇതിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു വരുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഇവിടെ അടുത്ത് തന്നെ വേറൊരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഏത് സംഘടനയുടെ ആളുകളാണ്? വിമൻ വെൽഫെയറിന് സുഖമാണോ? എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഇവിടെ? വിമൻ വെൽഫെയർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് സംഘടനയെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ പോകുന്ന ആള്? ഞങ്ങളുടെ സംഘടനയിൽ എല്ലാ 2ാം ശനിയാഴ്ചയും നമ്മളിവിടെ കൂടുകയും പള്ളിക്ക് വേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തി അത് പ്രാവർത്തികമാക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത്? പെരുന്നാളുകളും മറ്റാഘോഷങ്ങളും വരുമ്പോൾ നമ്മൾ അതിന് അച്ഛൻ പറയണതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇടവകയുടെ നാനാമുഖമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. യൂത്താണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നല്ല ശബ്ദമുള്ള യൂത്താണ്.
സന്തോഷമുള്ള യൂത്തല്ലേ? എന്നിട്ടെന്താണ് പിന്നെ മിണ്ടാതിരിക്കുന്നത്? കുർബാന കണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവ്യബലി? നല്ല ദിവ്യബലി ആയിരുന്നാണ് ഗേൾസ് പറയുന്നത്, ബോയ്സ് എന്ന് പറയുന്നത് നോക്കട്ടെ. നല്ല ദിവ്യബലി ആയിരുന്നു. ഏതാണ് സംഘടന? KCY എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ആരാണ് രണ്ടു വാക്ക് പറയാൻ പോകുന്നത്? ആര് പറയും? +2 കഴിഞ്ഞിട്ടുള്ള എല്ലാവരും KCYMന്റെ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ KCYMലോട്ട് ഒരു എൻട്രി ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾ എല്ലാ സൺഡേസും ഇവിടെ കൂടും. പ്രാർത്ഥനയായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബ്രദർ ഞങ്ങൾക്ക് കുറച്ച് ക്ലാസ് എടുക്കും. നമ്മൾ എടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മിക്കവാറും ഇപ്പോഴത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഞങ്ങൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കഷൻ പിന്നെ പള്ളിയിലുള്ള മിക്ക പ്രവർത്തനങ്ങൾക്കും മെയിൻ ഞങ്ങളാണ് KCYMന്റെ പ്രവർത്തനങ്ങളൊക്കെ. ഇപ്പൊ ക്രിസ്മസിന്, ഓണം, അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾ പള്ളിയിൽ എന്തെങ്കിലും വെറൈറ്റീസ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് നടത്തുന്നത്. KCYMന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഗുഡ്നസ് പാരിഷ്മേറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഏതാണ് സംഘടന? ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ്. ഏതാണ്ട് എല്ലാ കുടുംബങ്ങളിലും തന്നെ ഈ സംഘടനയിലെ അംഗങ്ങളാണ്. ഏതാണ്ട് 1000-ലേറെ വർഷം പഴക്കമുള്ള ഈ ഇടവകയില് ഇവിടുത്തെ പാരമ്പര്യവും പൈതൃകവും പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഈ അടുത്തുള്ള ഇടവകൾ, മറ്റു പള്ളികളെല്ലാം ഈ ഇടവകയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പൊ അവരിലെ മുതിർന്ന പൌരന്മാരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയും ഇവിടെയുമുള്ള AKCCയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു സംഗമം ഇവിടെ പ്ലാൻ ചെയ്യുകയാണ്. മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് പാരിഷ്മേറ്റിന്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. നമസ്കാരമുണ്ട് എല്ലാവർക്കും. മരണഫണ്ടിന്റെ ആണോ? മരണാവശ്യ സഹായ സംഘമാണ്. അപ്പോ എന്തൊക്കെയാണ് മരണാവശ്യത്തിന്റെ പ്രവർത്തനങ്ങൾ? ഏകദേശം 35 വർഷമായിട്ട് ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹോളി ഫാമിലി മരണാവശ്യ സഹകരണ സംഘം. ഇതുവരെ ഒരു 180 കുടുംബങ്ങളിൽ ഈ സഹായം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മരണ ആവശ്യ സംഘമാണെങ്കിൽ പോലും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വികാരിച്ചോട് സഹകരിച്ചുകൊണ്ട് എല്ലാവിധ സഹായവും സഹകരണവും ഞങ്ങൾ നൽകുന്നുണ്ട്. ഗുഡ്നസ് പാരിഷ്മേറ്റ് എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങളെ അറിയിക്കും. തെക്കൻ പറവൂർ ദേവാലയത്തിലെ ഗായക സംഘം മനോഹരമായി ഗാനം ആലപിക്കുമെന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഏതായാലും ഗുഡ്നസ് പാരിഷ്മേറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റെഡിയല്ലേ? അവര് റെഡിയാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. വളരെ മനോഹരമായൊരു ഗാനം തന്നെയാണ് ഇവര് ആലപിച്ചത്. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇടവക സമൂഹത്തെയും തീർത്ഥാടകരെയും ഗാനാലാപനത്തിലൂടെ കർമാനുഷ്ഠാനങ്ങളുമായി ചേർത്ത് നിർത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഗുഡ്നസ് പാരിഷ്മേറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങളാണ്. പള്ളിയിലെ 2 പ്രധാനപ്പെട്ട ആളുകളാണ് എന്റെ കൂടെ ഇപ്പോ നിൽക്കുന്നത്. ജോർജേട്ടനും ബിനുവും. ഇവിടുത്തെ
കൈക്കാരന്മാരാണ്. രണ്ടു വാക്ക് ഇവരും നമ്മളോട് പറയാൻ പോകുന്നു. നമുക്ക് കേൾക്കാം. കൈക്കാരന്മാരെന്ന നിലയ്ക്ക് വികാരിയച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ സഹകരണവും ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഇവിടെ ഒരു നല്ല ഓഡിറ്റോറിയത്തിന്റെ ഒരു കുറവുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ആശംസകൾ അറിയിക്കുന്നു. ആശംസകൾ. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ നാമധേയത്തിലുള്ള അതിപുരാതനമായ ഈ ദേവാലയത്തിലെ മതബോധനത്തിന്റെയും സംഘടനാ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പ്രത്യേകത ഓരോ പ്രേക്ഷകരും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതേപോലെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ദേവാലയത്തിന്റെ പുതിയ ബഹുമാനപ്പെട്ട വികാരി ജോസഫ് പാറേക്കാട്ടിലെത്തി ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെയും മെമന്റോ വളരെ സ്നേഹത്തോടെ ഞാൻ കഴിയും. ഈ ദേവാലയത്തിന്റേതായിട്ടുള്ള ഓരോ പദ്ധതികളെയും ജനത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നതില് അങ്ങേയറ്റം പങ്കുവഹിച്ച ഗുഡ്നസ് ടിവിക്കും അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ആന്റണി ചേട്ടനും ടീമംഗങ്ങൾക്കും ഇടവക വികാരി എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. വേമ്പനാട്ടുകായലിന്റെ ഈ തീരത്ത് നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ പതിവ് പോലെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഗുഡ്നസ് പാരിഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം പ്രൊഡ്യൂസർ ഗുഡ്നസ് പാരിഷ് മീറ്റ്, ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO ചാലക്കുടി 680309, ഫോൺ 8606420099, 048027000893. വീണ്ടും അടുത്ത ദേവാലയ മുറ്റത്ത് നമുക്ക് ഒന്നിച്ചു കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.